വാർത്തകൾ പ്ലാൻ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? ഒരു പ്രത്യേക കേന്ദ്രത്തിലിരുന്ന് അജണ്ടകൾ സെറ്റ് ചെയ്ത് ഇടതുപക്ഷ വിരുദ്ധ മസാലകൾ ആവോളം ചേർത്ത് ഇങ്ങനെ കൃഷി ഇറക്കുന്നതിൽ വമ്പന്മാരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. യജമാന സേവ പിടിച്ചു പറ്റാനും യജമാനന്റെ ആജ്ഞാനുവർത്തിയാലും ഇത്തരം സൃഷ്ടികൾക്ക് ജീവൻ വയ്ക്കും. ചില പ്രത്യേക സൃഷ്ടികൾ സകല വലതു മാധ്യമങ്ങളിലും വള്ളി പുള്ളി തെറ്റാതെ വരികയും ചെയ്യും. എല്ലാറ്റിനും ഉണ്ടല്ലോ അപ്പോൾ ശരിയാകാതെ തരമില്ലല്ലോ എന്ന് വായനക്കാരെ വിശ്വസിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴി. അങ്ങനെ വ്യാജമാർക്ക് ജീവൻ വയ്പ്പിക്കുന്ന പ്രത്യേക സംവിധാനത്തെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്നലെ ചില ദൃശ്യമാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതും ഇന്ന് ചില വർത്തമാന പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതുമായ ഒരു സാധനവും അതേപോലെ മുക്കിയ ഒരു വാർത്തയും കൂട്ടി വായിക്കുമ്പോൾ ഈ സിൻഡിക്കേറ്റ് ഇപ്പോഴും സജീവമെന്ന് വ്യക്തമാവും. ഓൺലൈൻ മഞ്ഞ ചാനൽ ഉടമ മറുനാടൻ ചാജൻ കറിയ ഇട്ട ഒരു പോസ്റ്റാണ് ആ മുഖ്യ വാർത്ത. അതായത് കറിയ എഴുതിയ ആ പോസ്റ്റിൽ പറയുന്നത് എന്നെയും KM ഷാജഹാനെയും മൂന്നാമതൊരാളെയും ഗവർണർ വിരുന്നിന് ക്ഷണിച്ചുവെന്നും സ്നേഹം കൊണ്ട് കീഴടക്കിയെന്നുമാണ് പോസ്റ്റ്. KM ഷാജഹാൻ ആരെന്നറിയണ്ടേ? CPM വിരുദ്ധ അപസ്മാരം ബാധിച്ച ഒരു ചങ്ങാതി. പിണറായി വിജയൻ സൂചിപ്പിച്ച കാലത്തെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ തലതൊട്ടപ്പൻ. ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുക്കുന്ന ആൾദൈവത്തെക്കാൾ കൈവഴക്കത്തോടെ വ്യാജവാർത്ത കൃഷി ഇറക്കുന്നവൻ. മറുനാടൻ്റെ CPM വിരോധവും വ്യാജ സൃഷ്ടികളും വിവരിക്കേണ്ടതില്ലല്ലോ. ഇവരെ പോലുള്ള കീടങ്ങളെ സംസ്ഥാന ഭരണത്തലവൻ ക്ഷണിച്ചു കൊണ്ടുപോയി സൽക്കരിച്ചതാണെങ്കിൽ അതെന്തിന്? അതല്ല വലിഞ്ഞേറിപ്പോയതാണെങ്കിൽ അതെന്തിന്? രണ്ടിനും നല്ല വാർത്താ പ്രാധാന്യമുണ്ട്. കാരണം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലവാരത്തിലേക്ക് പുതിയ ഗവർണർ താഴ്ന്നിട്ടില്ല. എങ്കിലും സുപ്രീം കോടതി വിധിക്കെതിരെ ഉൾപ്പെടെ നിലപാടെടുത്തിട്ടുണ്ട്. ഗവർണർ ആണെങ്കിലും തനി RSSകാരനാണ്. അങ്ങനെ ഒരാളെ അതേ നിലവാരത്തിലേക്ക് എത്തിക്കാനാണോ ഇവർ പോയത്? അതോ ആ നിലവാരത്തിലേക്ക് എത്താനുള്ള വഴി തേടുന്നതിൻ്റെ ഭാഗമായി വിളിപ്പിച്ചതാണോ? രണ്ടായാലും ഒരു വാർത്തയാണെങ്കിലും മുക്കിയിരിക്കുന്നു. പക്ഷേ ആ വാർത്ത മുക്കിയെങ്കിലും പൊങ്ങിയ മറ്റൊരു സാധനം ഈ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായുള്ള കൃഷി ഇറക്കലിൽ പിറന്നതാണോ? സംസ്ഥാന മുഖ്യമന്ത്രി 3 ഗവർണർമാരെ വിരുന്നിന് ക്ഷണിച്ചു, എന്നാൽ ആരും വന്നില്ല എന്നാണ് ആ വാർത്ത. കേരളം, ഗോവ, ബംഗാൾ ഗവർണർമാരെയാണ് വിരുന്നിന് ക്ഷണിച്ചതത്രേ. വാർത്ത ഗോവ ഗവർണറുടെ ഓഫീസ് നിഷേധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നിജസ്ഥിതി നോക്കാം. ഞായറാഴ്ച രാത്രി തിരുവനന്തപുരത്ത് ഇല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തേക്ക് ഗവർണർമാരെ അത്താഴ വിരുന്നിന് ക്ഷണിക്കുമോ? അതുപോലും പരിശോധിച്ചിട്ടില്ല. ഇന്ന് നെടുങ്കണ്ടത്താണ് മുഖ്യമന്ത്രിയുടെ പരിപാടി. മുൻകൂർ തയ്യാറാക്കിയ ചാർട്ട് പ്രകാരം ഞായറാഴ്ച ഉച്ചയോടെ തന്നെ തലസ്ഥാനം വിടാൻ തീരുമാനിച്ചതുമാണ്. അങ്ങനെ ഒരാൾ അത്താഴ വിരുന്നിന് അതിഥികളെ വിളിക്കില്ലല്ലോ. പക്ഷേ വിവാദ വ്യവസായികൾക്ക് അത്തരം ലോജിക്കൊന്നും നോക്കേണ്ടതേയില്ല. ആരെങ്കിലും ഛർദ്ദിക്കുന്നത് അപ്പടി വിഴുങ്ങുന്ന മാധ്യമ പ്രവർത്തനം. ഇവിടെ ഇത്തരം ഒരു കൃഷി ഇറക്കിയത് വിരുന്നിന് പോയ മൂവർ സംഘമാണോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.